സസ്പെൻസ്. ഇല്ല ഇല്ല, ഫസ്റ്റ് ഞാനാണ് ചോദിച്ചത്. അപ്പൊ ചോദിക്കണ ആള് ഞാൻ പറയണോ നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ചൂടാവുന്ന അത് ഒഴിക്കും, എന്നിട്ട് ബാക്കി പറയാം. ഇതാണ് എന്റെ അഭിപ്രായത്തിൽ നീ പോവാതിരിക്കാന്നല്ല. എന്ത്? കാരണം നിനക്ക് ഒരു കൈവഴക്കം ഇല്ല. അയ്യോ ചേച്ചി കണ്ടോ, ഞാൻ പോവുകയും ചെയ്യും, ട്രോഫി നമ്മുടെ വീട്ടിൽ. ശരി, അപ്പൊ പറ, എന്താന്ന് പറ. ചേച്ചി പറ. നീ ലില്ലി, ഞാനല്ലേ ആദ്യം വന്ന് ചോദിച്ചത്. പറയാം. ഡാൻസ് ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ട്, ആൻ മരിയ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അമ്മ അനു എന്റെ അടുത്ത് പറഞ്ഞു തന്നൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താന്ന് പറ. ബീഫ് വിന്താലി. എന്ത്? ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ചേച്ചി എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എറണാകുളത്ത് ക്ലീറ്റോന്റെ കൂടെ പല പ്രാവശ്യം പോകുമ്പോ അവിടെ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പേര് പോലും ബീഫ് വിന്താലി അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്. ഓ, ഇനി പറ. എനിക്ക് അങ്ങനെയൊന്നും അറിയാൻ പാടില്ലല്ലോ. എടി, ഞാൻ എന്തെങ്കിലും ഒരു ചമ്മന്തി പോലെ എന്തെങ്കിലും ഇതാക്കാന്ന് വിചാരിച്ചേക്കണേ. ചേച്ചി റെസിഡൻസ് അസോസിയേഷന്റെ പാചക മത്സരത്തിന് ചമ്മന്തി അരച്ചിക്കാനാ? ചമ്മന്തി എന്ന് പറഞ്ഞാ ഞാൻ പോട്ടെ. വേണ്ട. പക്ഷെ എനിക്ക് നിന്നോട് പറയാൻ ധൈര്യമില്ല. എന്താന്ന് പറയട്ടെ ലില്ലി, പണ്ട് ഒരു കക്കയിറച്ചിയുടെ ഉണ്ടാക്കിയത് നീ ഓർമ്മയുണ്ടോ? കക്കയിറച്ചി ഫ്രൈ ചെയ്യണാക്കിയിട്ട് അതിനകത്ത് 2 ജീരകം നീ എടുത്തിട്ടു എന്ന് പറഞ്ഞ് അത് നിന്റെ റെസിപ്പി ആക്കിയവളാ നീ. അത് കരിയുന്നു. ഇതാ പറഞ്ഞത്, നിനക്ക് കൈവഴക്കമില്ല മോളെ. ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഇവിടെ ഇതൊന്നുമില്ല, എണ്ണ നെയ്യ് ഒന്നുമില്ല. ഇടാൻ മറന്നു. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഞാൻ പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഡാൻസിന്റെ ഇതുമായിട്ട് നീ ഞാൻ ഉണ്ടാക്കണ എന്താന്ന് പറയാ. ഇത് ആരും ഒരാളും പറഞ്ഞു തന്നൊന്നുമല്ല. എവിടെന്നെങ്കിലും യൂട്യൂബിൽ എവിടെയെങ്കിലും അല്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. പറ. കോഴി കൊത്തിപ്പറിച്ചത്. കോഴി ചിക്കി പറിച്ചതാ? കൊത്തിപ്പറിച്ചത് കേട്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഇനി നീ പറ, ആർക്ക് കിട്ടുന്നു? ആർക്ക് കിട്ടുമെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ തന്നെ ഒരു ക്രിസ്പി ദോശ ഉണ്ടാക്കട്ടെ. ആര് പറഞ്ഞാന്നല്ല, ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചതാ. എവിടുന്ന് കണ്ടുപിടിച്ച്? ഞാൻ തന്നെ അടുക്കളയിൽ പരീക്ഷിച്ചത്. എന്റെ ചേച്ചി വെറുതെ നമ്പർ ഇടല്ലേ. അല്ലാതെ എങ്ങനെയാ ഉണ്ടാക്കുന്ന? അയ്യാ, പേര് ലില്ലി തന്നെയല്ലേ? ഞാൻ എന്തായാലും ചേച്ചി കണ്ടോ, ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് വിന്താലിയാണ്. ആയിക്കോട്ടെ, ഞാൻ ആരുടെയും കൊത്തിപ്പറിച്ചും ചിക്കി പറിച്ചും ഉണ്ടാക്കാൻ പോണില്ല. വേണ്ട ചേച്ചി പറ. അന്നേരം തന്നാ മതി, അന്നേരം ചെയ്താ മതി. എങ്ങനെ ഉണ്ടാക്കണേന്ന് പറ. ഇപ്പൊ എനിക്കായാലും ചേച്ചിക്കായാലും കിട്ടിയാൽ മതി. ഇപ്പൊ ആർക്ക് കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. അതായത് ചേച്ചിക്ക് കിട്ടുമോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. അതായത് നമ്മുടെ ചിക്കൻ ഇല്ലേ, അത് മുഴുവനെ നമ്മളിങ്ങനെ എടുക്കണം. എന്നിട്ട് അതിന് നിന്റെ തലയിൽ കൂടി അങ്ങ് വെക്കണം. ഭയങ്കര എനിക്കറിയാം മോളെ. പിന്നെ ഞാൻ ബീഫിന്റെ വിഭവമാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എഴുതി കൊടുത്തോളാം അവിടെ. പറ. ഇല്ല, ഓഫ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ചാകും ഏതെങ്കിലും ഒരെണ്ണം. നീ അങ്ങനെ കളിക്കണ്ട. നീ പത്രം ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ല. ഇതിന്റെ പൈസ അമ്മ കൊടുക്കണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അമ്മ എന്ന് പറയുമ്പോ എന്റെ ഭാര്യയുടെ അമ്മ, അപ്പൊ എനിക്ക് അവകാശപ്പെട്ട പത്രം തന്നെയാണ്. അമ്മ എപ്പോഴും ഒരു പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ. ഒരു പ്രാവശ്യമല്ല, അമ്മ എപ്പോഴും കൊടുക്കാറുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞല്ല. ഇത് മര്യാദക്ക് ആദ്യമേ തന്നുകൂടായിരുന്നു അവന്. അപ്പൊ ഞാൻ വായിച്ചിട്ട് നിനക്കെന്താ അമ്മ എത്ര എന്നും പത്രം വരും, ഞാനാണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ ഇവർ ഇന്ന് വന്ന് എടുത്താലേ പറ്റുള്ളൂ. അപ്പൊ ഇവൻ മനഃപൂർവ്വം പത്രം വായിക്കുന്നത്. നീ എന്തിനാ വായിക്കണത്? എനിക്ക് അത്യാവശ്യപ്പെട്ട വാർത്ത ഞാൻ വായിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് വയറിന് അസ്വസ്ഥത. ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒന്നുകൂടെ വായിക്കാൻ വന്നപ്പോ എടുത്ത് തരൂലെന്ന് പറഞ്ഞ
ഞാൻ വായിച്ചോണ്ടിരുന്നല്ലേ, അതിന്റെ ബാക്കി എനിക്ക് വായിക്കണ്ടേ? അല്ലെ ഏട്ടനും വായിച്ചതല്ലേ? ഏട്ടൻ ഓടാൻ പോയിട്ട് ഫുൾ ഇവിടെ ഇരുന്ന് വായിച്ച് തീർത്തപ്പോഴല്ലേ ഞാൻ ചായ കൊണ്ട് തന്നത്. മനഃപൂർവ്വം അവൻ. ഞാൻ വായിച്ചായിരുന്നു നിനക്ക് എന്താ കുഴപ്പം? ആ, ഞാൻ വായിച്ച പത്രം ഒന്നും വായിച്ചാൽ നീ എന്ത് കുഴപ്പമുണ്ടോ? കൊടു, ഇവിടെ full ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേട്ടോ? കൈകാലെടുത്ത് കളി വേണ്ട. വീട്ടിൽ കയറി പത്രം കൊണ്ടുവരണം. കേട്ടോ? തോന്നുന്ന സമയം കേട്ടോ? എന്താ ക്ലീറ്റോന്റെ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് അവനോട് ചോദിക്കും. എന്റെ പ്രശ്നം എന്താണെന്ന്. ഏട്ടന്റെ പ്രശ്നം എന്തുവാണ്? എന്താ പ്രശ്നം അവനോട് ചോദിക്കും. ഓ, എന്റെ ദൈവമേ, എനിക്ക് ഒരു മനസ്സമാധാനം തരത്തില്ല അമ്മമാരെ. ഞാൻ എന്ത് വേണം? ഞാൻ എടുക്കാം. എടുത്തിട്ട് എന്തിനാ എല്ലാം ചീഞ്ഞ് 4 നൂലാക്കി കളഞ്ഞല്ലോ പത്രം. കഴിഞ്ഞ എന്തോന്ന് പിടിച്ചു മാറ്റാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടല്ലേ? എന്തിനാ ഇവിടെ പ്രശ്നം? നിനക്കെന്തോന്ന് പ്രശ്നം? ഇല്ല എനിക്കല്ലേ മുത്ത എന്തൊരു പ്രശ്നം ഇവിടെ? എന്ത് പ്രശ്നമാണെങ്കിലും തീക്കാം. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്ന് നീ എന്നെ വിളിക്കണമെന്ന്. എന്തിന് വേണ്ട? ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നീ നിന്റെ കാര്യം നോക്കി പോടാ ഇറക്കാം. ഒന്നുമില്ല. പ്രശ്നമില്ലായിരുന്ന നല്ല ബഹളം കേട്ടു ഇവിടെ. ഇവിടെ ഒരു വീടാകുമ്പോ ബഹളം നടക്കും, അത് സാധാരണയാണ്. സാധാരണ വീട്ടിൽ ബോർഡല്ലേ ഭയങ്കര ഒച്ചയായിരുന്നു ഇവിടെ. നീ എന്തിനാ വന്നത്? പ്രശ്നം എന്താണെന്ന് അറിയാൻ വന്നതാണോ? അല്ല ഒരു പ്രശ്നം നടന്ന ബോഡി വന്നു, പക്ഷെ ഞാൻ വന്ന അതിനല്ല. ഞാനേ ഒരു 1 കോടി രൂപ ലോട്ടറി എടുത്ത് അപ്പൊ ഇന്നത്തെ പത്രം കിട്ടിയ നമുക്ക് എന്റെ റിസൾട്ട് ഒന്ന് അറിയായിരുന്നു. അതാണ് ആ കാര്യം. പത്രം അല്ല ഈ പത്രം ഇങ്ങനെ ഇവിടുത്തെ പത്രം ഇങ്ങനെ മുത്തക്കാരി വാടി. അല്ല മുത്ത പത്രം വായിച്ചാ? ഇല്ലെങ്കിൽ കേരള കൗമുദിയിൽ അവിടെ പോയിട്ട് ചൂട് പത്രം അടിച്ചോണ്ടിരാ മുത്തിന് വായിക്കേ. വേണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ നിന്നോട് പറയുക, ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. നീയായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത്. വേടാ കരിപാടി. ഒരാവശ്യം ആരോട് പറയേ ഇപ്പൊ ഏതിന്നറ ഞാൻ എടുക്കേ? ചരമകോളം ബാംഗ്ലൂരിനാവും പാരവലം. എടാ ഇത് ഇന്നലത്തെ പത്രമായിരുന്നു. ഇന്നത്തെ റിസൾട്ട് എടുത്ത് വെച്ചിട്ട് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, ഞാൻ ഗിരിരാജന്റെ വീട്ടിലോട്ട് പോവുക. നീ വയ്യ, സഹിക്കാൻ വയ്യ. ഗിരിജ പോകുമ്പോ ഞാനും കൂടെ അങ്ങ് പോവും. എന്തു അമ്മ? എന്തു അമ്മ വെച്ചാൽ ഞാനിത് എങ്ങനെ സഹിക്കണം? നേരെ പെള്ളം കേൾക്കുമ്പോൾ അവന്മാരുടെ വായിലെ വഴക്കും കേട്ടും കൊണ്ടാണ് ഞാൻ എന്നെ പറയുന്നത് പോട്ട്. അവന്മാർ തമ്മിലെങ്കിലും ഒരു ഐക്യത വേണ്ടേ? അതും ഇല്ല. അത് കേട്ടോണ്ടാണ് ഞാൻ ഉണരുന്നത്. ദിവസവും ഇത് തന്നെയാണ്. അല്ല, ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ വയസ്സ് പോവുകയാണ്. അത് അവന്മാർ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും ഉണ്ടാക്കുന്ന അടിയല്ല, അതുപോലെ ഒരു അടി തന്നെ. അതിലെത്ര എന്ന് തീരും? എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ ഇത് കണ്ടും കേട്ടിരിക്കണോ? എനിക്ക് പറ്റത്തില്ല മക്കളെ. അതുകൊണ്ടാണ് നിങ്ങളെ കേട്ടിട്ട് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ്. അമ്മ പോയെന്ന് വേണ്ട, ഞാൻ രണ്ടിടത്തും ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. നടക്കത്തില്ല മക്കളെ. നന്നാവുന്നെങ്കിൽ അവരെന്നേ നന്നായേന. ഈ പട്ടിയുടെ വാലേ 12 കൊല്ലം കുഴലിലിട്ടാൽ അത് വളഞ്ഞ് തന്നെ കിടക്കും, നിവരത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവന്മാര്. കഴിക്കണല്ലേ? നീ കഴിക്കണല്ലേ? എനിക്ക് വേണ്ടേ എന്റെ പൊന്നെ, എന്റെ വയറ് നിറഞ്ഞു. കഴിച്ചില്ല? നീ കഴിച്ചില്ല, കഴിക്കുന്നില്ല. അതാ പറഞ്ഞത് എന്റെ വയറ് നിറഞ്ഞെന്ന്. അവനെ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ആരെയും പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ഏട്ടാ. ഒരു വർഷം തീർന്ന് അടുത്ത പുതിയൊരു വർഷം തുടങ്ങാൻ പോവാണ്. എന്നാലും നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് ഒരു കുറവുമില്ല. വീട്ടുകാരെ പേടിക്കണ്ട, നാട്ടുകാരെങ്കിലും ഒന്ന് പേടിച്ചൂടെ? എന്ത്? രണ്ടും ഭയങ്കര സമൂഹത്തിൽ ഭയങ്കര ബോധമുള്ള ആളുകളാ, പക്ഷെ കാണിക്കുന്നൊക്കെ ബോധക്കേടും. ആ മറന്നുപോയില്ല. പരിപാടി നല്ലൊരു പരിപാടി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു. എന്നെ ക്ലീറ്റ് വെച്ചെന്ന് പറഞ്ഞ അപ്പം പറഞ്ഞാന്നാ? അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോരം പറഞ്ഞു. അടിപൊളി. എന്നോട് രാവിലെ പറഞ്ഞു ന്യൂറല്ലേ നമുക്ക് കണ്ണനും ചേർത്തിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യാന്ന്. ആര് പറഞ്ഞു? ക്ലീറ്റ് വച്ചമ്പി. എപ്പ പറഞ്ഞു? ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ പറഞ്ഞ?
രാവിലെ പറഞ്ഞില്ല, പക്ഷെ പുള്ളിയുടെ മുഖത്തെ ആ ഒരു ഭാവത്തിൽ നിന്ന് ഞാൻ പിടിച്ചത് ഇങ്ങനെ ഒരു പരിപാടി മനസ്സിലുണ്ട്. ആ ഭാവം ഇതിന്റെ അല്ലായിരുന്നു, പിന്നെ വേറെ പലതിന്റെ വരുന്നു. അതിവിടെ കൊണ്ടുവന്ന് തീർക്കുകയും ചെയ്തു. പറഞ്ഞോ എവിടാ പോലെ, എവിടാ പ്ലാൻ ചെയ്തെങ്ങനെ പോവാൻ? നിനക്ക് എന്താണ് വീറായിട്ട് അടിച്ചു കുളിക്കാൻ ക്ലീറ്റ മച്ചമ്പി എവിടെ പോകുന്ന കാര്യമാണ് പറഞ്ഞെന്ന് പറ. അവൻ എന്ത് പ്ലാൻ എനിക്ക് അങ്ങനെ അറിയാം? അവനല്ലേ അറിയാവൂ. ഓരോരുത്തരും പ്ലാനും ഓരോരുത്തരുടെ മനസ്സിലുള്ളത്. ഇവിടെ രണ്ടും കൂടെ ഭയങ്കര അടിയായിരുന്നു. അച്ഛൻ പൂജയല്ലേ പോ. എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഇവർക്ക് അടിക്കാനായിട്ട് വല്ല കാര്യം വേണോ? ഈ വർഷാവസാനം നല്ലൊരു ദിവസമായിട്ടോ അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഒരു പരിപാടിയില്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഏത് അത് കണക്കെഴുതി കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം. ഇതിൽ നിനക്ക് വല്ലതും അറിയണ്ടോ ഈ കണക്കില്? ഇല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? മച്ചമ്പി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. ഇന്നെന്ത് നിന്റെ പിറന്നാളോ? ചേടാ കുറച്ച് മണിക്കൂടെ കഴിയുമ്പോ 2025 വിടവാങ്ങുമല്ലേ ന്യൂ ഇയർ. അതുകൊണ്ട് നീ പോയി പറ, പോണ്ടെന്ന് പറ. 2025 നിൽക്കാൻ പറ. കൗണ്ടർ അടിച്ചോ മച്ചമ്പി. 2025 2026 വരവേക്കാൻ പോകും. അപ്പൊ ഈ 25 എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കണ്ടേ? ഫാമിലി എല്ലാവരും ഒത്തുകൂടി ഒരു വെറൈറ്റി സാധനം പ്ലാൻ ചെയ്താലോ? റൈറ്റ് അല്ലേ? പ്ലാൻ പറ. ഇതാണ് മച്ചമ്പിക്ക് കിടുക്കാച്ചി വൈബ. മേളിൽ ചെന്നപ്പോ പുള്ളി DGP ആയിട്ടിരിക്കും. ആ കാര്യം ചോദിക്കാൻ പോയതാ. പറ. ഒരു കാര്യം ചെയ്യാം, കുടുംബക്കാരെല്ലാവരും കൂടെ വിളിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ വീട് ചുറ്റും ഓരോ കുഴി എടുക്കാം. അല്ല, ആ കുഴി എടുത്ത് ബോറടിക്കുമ്പോൾ വീടിനകം കുഴിക്കാം. എന്തിന്? അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ വീട് കത്തിക്കാം. വീട് കത്തിച്ചിട്ട് എല്ലാവർക്കും കൂടെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പറയാം. അപ്പോൾ പുതിയ വർഷം ഇനി വരും. ആക്കിയതാണല്ലേ. വേറെ പണിയൊന്നുമില്ലടേ നിനക്ക്? മേളിൽ DGP ആണ്, ഇവിടെ മന്ത്രിയാണ്. മറ്റമ്മി 365 ദിവസം EMI, ലോണ്, ദാരിദ്ര്യം, പട്ടിണി, റേഷൻ കട. ഒരു ദിവസം ഇങ്ങനെ കുടുംബത്തിനോട് സന്തോഷം കൊടുക്കുക ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അതിനെ നല്ല മനസ്സുള്ള കുടുംബക്കാരി വീട്ടിൽ വേണം. ഞാൻ ഉണ്ടല്ലോ. നീ മാത്രമായ കുടുംബമാവൂടാ. നീ ഇവിടെ ഉള്ള അല്ലല്ലോ, നീ കൊടുങ്ങാവുള്ള കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്നതല്ലേ. ഇവിടെ നീ സ്ഥിരം താമസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ. ഓരോരുത്തരും ഒന്നിനൊന്നിനോട് ഒരു സ്നേഹമുണ്ടോ? നേരം വിളിക്കുമ്പോൾ തുടങ്ങും ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് മനുഷ്യനെ എങ്ങനെ പിന്നെ ഇങ്ങനെയുള്ളവരുമായിട്ട് കൂടാൻ തോന്നും? അതിന് കുടുംബം ഇമ്പം ഉണ്ടാവണമെന്നാണ് കുടുംബം. ഇവിടെ കമ്പമാണ്, കമ്പം. അമ്പം കത്തിക്കണോ ചീറ്റണോ എന്നുള്ള കുടുംബക്കാർ തീരുമാനിക്കണം. ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. വേണ്ട, കട്ടൻ കാപ്പി വേണ്ട. ഞാൻ ഒതുങ്ങി ജീവിക്കുന്നതോറും എൻ്റെ തലയിൽ കയറുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കർത്താവിനാണ് ഈ വർഷമല്ല ഇനി അടുത്ത വർഷമല്ല ഏതായാലും ഇനി ഇങ്ങനൊരു പരിപാടി ഞാൻ ഇല്ല. അങ്ങനെ പറയല്ലേ മച്ചമ്പി. ഈ വർഷത്തെ പ്രശ്നങ്ങൾ ഈ വർഷം ചെയ്ത് തീർക്കണം. അടുത്ത വർഷം വളരെ സന്തോഷമുള്ളതും സമാധാനമുള്ളതായിരിക്കണം. പിന്നെ അടുത്ത വർഷം ഇതിനേക്കാളും വലുത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എനിക്കിട്ട് തരാൻ. ഈ പിള്ളേരുടെ മോൻ കണ്ടിട്ട് എങ്ങനെ പറയുന്നത്? നീ ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് പ്ലാൻ ചെയ്യും. ക്രിസ്മസിന് പോലും ഞാനില്ല. നിനക്ക് ഭാര്യ മക്കളുണ്ടല്ലോ? ഉണ്ടല്ലോ. അവരുമായിട്ട് എന്ത് എൻജോയ്മെന്റ് ആണ് നീ ഇതുവരെ? നീ ക്രിസ്മസിന് അവരായിട്ട് കൂടിയാ? അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താ. എന്നിട്ട് ഈ ഇതിന്റെ കൂട്ടത്തിൽ കൂടാനാ? അവരെ സന്തോഷം കൊണ്ട് കളയല്ലേ. ഇവിടെ മനസ്സിൽ സന്തോഷമുള്ള ആരുമില്ല, എല്ലാം നെഗറ്റീവ് ആണ്. നീ അവരെ കൊണ്ട് നീ എവിടെയെങ്കിലും പോയി ആഘോഷിക്കും. ഉമ്മ ന്യൂ ഇയർ നീ അതിൻ്റെ അതെ, ഈ ന്യൂ ഇയർന്ന് ഇതിൻ്റെ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന പോലെ അങ്ങ് പോട്ടെ. എങ്ങനെയെങ്കിലും കുറച്ച് വർഷം കൂടെ ഈ ഭൂമിയിൽ അങ്ങ് സമാധാനമായിട്ട് ജീവിച്ച വലിയ സന്തോഷം. മച്ചമ്മ ഇതിപ്പോ എന്നോട് പറയാണ്, ഞാൻ കുറേ ന്യൂ ഇയർ ഒക്കെ ആവശ്യമുള്ളേ. ഞാനിവിടെ തങ്കഞ്ചേട്ടത്തേക്ക് ലില്ലിപ്പണ്ണിന് ഇവർക്കൊക്കെ വേണ്ടിയാണ് സംസാരിച്ചത്. ആണാ? അവരുടെയൊക്കെ സന്തോഷം അവർ കണ്ടെത്തിക്കോളും. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിക്കാതിരിക്കുക, എന്ത് വേണോ ചെയ്തോ. മനസ്സമാധാനം കിട്ടാത്ത ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല. അത്രേ ഉള്ളൂ. വെള്ളം കുടിച്ചു വിഴുങ്ങ്. നീ കുടിച്ചാൽ ബാക്കി ഇനി ഞാൻ കുടിക്കണം. ഒരു ചോര അതല്ലേ സന്തോഷം. നിന്റെ ഭാവിയിൽ എനിക്ക് ഒരുപാട് ആശങ്കയുണ്ട് ഉണ്ണി. മക്കളെ എത്രയും പെട്ടെന്ന് 4 അക്ഷരം പഠിച്ച് പെട്ടെന്ന് വല്ലതും കഴിച്ച് മുട്ടനായിട്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. ബംഗാളി പോകും. അവിടെയുള്ള ബംഗാളികൾ മൊത്തം ഇവിടെ അല്ലേ? എല്ലാം ഒരേപോലെ ആണല്ലോ. ഹാപ്പി ന്യൂ ഇയർ. എന്തുവാണ് ഇത്? എത്ര നേരം കൊണ്ട് വിളിക്കുന്നത്? ആണോ? വേഗം വാ. ഞങ്ങളും ബ്ലോക്ക് കഴിഞ്ഞ് തന്നെ വന്നത്. ഇങ്ങോട്ട് വേഗം വരാൻ നോക്ക്. പിന്നെല്ലാം ഓരോ നമ്പർ പറഞ്ഞ് ഇറങ്ങിട്ട് വേഗം വേഗട്ടെ. മറ്റു മറ്റേ ആ വണ്ടിയിലുണ്ടോ? ശരി.
ആഹാ ശരി, എനിക്ക് ലൈവ് ലൊക്കേഷൻ ഒന്ന് ഇട്ടേനെ. ആ ശരി. വല്ലം നടക്കൂടെ ഇത്? നടക്കാം. ഒരു ബ്ലോക്കിൽ മറ്റോ വേറെ ബ്ലോക്കിൽ. നമ്മുടെ ഈ സ്കൂൾ ടീമിന്റെ ഏത് പരിപാടിക്കും ബാക്കിയുള്ളവനും ലേറ്റാവും. നമ്മൾ നേരത്തെ വരും. നമ്മളങ്ങനെ വരണല്ലോ. ഇത് എന്തെല്ലാം സാഹസം കാണിച്ചിട്ടാണ് ഇവിടെ വന്നത് നിനക്കറിയാമല്ലോ. ഞാനാണെങ്കിൽ ഡ്രസ്സ് തന്നെ ഞാൻ ഇതെടുത്ത് വേറെ കൊണ്ട് വെച്ച് അവിടെ നിന്ന് മാറ്റിയാണ്. നീ എങ്ങനെ സെറ്റ് ചെയ്തു? നമ്പറല്ലേ നമ്മളെ. പിന്നല്ലാതെ കാലത്തെ അത്ര സീൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്കറിയാം നടക്കൂല, ഇവളുമാര് അലമ്പാക്കൂല. പിന്നെ വേറെ വലിയ മണ്ടത്തരം പറ്റിപ്പോയി. ഞാൻ പത്രം ഇങ്ങനെ ഷോ കാണിച്ചിരുന്ന പെട്ടെന്ന് എനിക്ക് ഞാൻ കീറി എന്നറിയാമോ? ഞാനാണ് പത്രം കയറിയത്. ഡേറ്റ് ഇന്നലത്തെ പത്രമായിരുന്നു. ഇന്നലത്തെ പത്രത്തിനുള്ള അടിപൊളി ഇവളുമാർ ആരെങ്കിലും കണ്ട് അലമ്പാക്കി ന്യൂ ഇയർ കൊളായനെ. പിന്നെ അതല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ഫാമിലി ആയിട്ടൊക്കെ ഉള്ള പരിപാടി പ്ലാൻ ചെയ്യായിരുന്നു. അത് എങ്ങനെ അവന് മറ്റേ വെട്ടുകളിക്കല്ലേ കുഴപ്പം. വെട്ടുകളിക്ക് ഫാമിലി വേണ്ട, നമ്മളെ ബാച്ചിലേഴ്സ് മതി. മുട്ടേമ്പാലും 2 എണ്ണം കണക്കായിരുന്നു. നമ്മൾ 2 പേരും ഒരേ വാശി. അല്ല മറ്റന്മാരുണ്ടോ? മനീഷും സനീഷൊക്കെ ഉണ്ടോ? അല്ല, അവരെല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരും ഓരോ ബ്ലോക്കിലാണ്. പിന്നെ ഈ പറഞ്ഞ 12 മണിയാകുമ്പോൾ കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് പൊളിക്കാൻ എല്ലാവരും കാണും. ഇപ്പൊ നമ്മൾ അളിയന്മാർ പറഞ്ഞതിനിടയ്ക്ക് നമുക്ക് ഓരോ ബിയർ വിട്ടും തണുപ്പിച്ചാലോ? ന്യൂ ഇയർ അല്ലേ? ബിയർ അടിക്കാനുള്ള പൈസ കയ്യിലുണ്ടല്ലോ അല്ലേ? എന്ത് വാടേ നീ ധൈര്യമായിട്ട് വാ. വേറൊരു കാര്യമുണ്ട്. തിരിച്ച് യൂബർ എടുത്ത് പോകാനുള്ള പൈസയും കൂടെ കരുതിക്കോളണം. മുത്തിനെ പോലൊരു കൊച്ചിരിക്കുന്നു. അതേ പൊക്കവും ആടാ അതിന്റെ കൂടെ ലില്ലിയെ പോലെ. ലില്ലിയെ പോലല്ല, ലില്ലിയൻ അംഗം അമ്മ അമ്മായി. ഇവരൊക്കെ വിളിച്ചത് അറിയാം. മച്ചമ്പിമാരെ ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. ഞങ്ങള് ഇവിടെയാണ് വരണമെന്ന് എങ്ങനെ നീ അറിഞ്ഞു? കുറേ വർഷമായിട്ട് ഇടവും ബലമായിട്ട് ഞാനുണ്ടല്ലോ. നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോ തന്നെ എനിക്ക് മാനത്തുനിന്ന് കിട്ടി. എങ്ങനെ എത്തി? ജീവന്റെ വണ്ടി എടുത്ത് ഞങ്ങളിഞ്ഞ് പോകുന്നു. ഹാപ്പി ന്യൂ ഇയർ. വന്നേ വാ. ഇവിടെ വന്നിട്ട് കൊള്ളാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇവിടെയാണ് റൂം. ഇവിടെയാ കൊള്ളുവോ? നമുക്കൊരു പ്രൈവസി ഒക്കെ വേണമല്ലോ. അപ്പൊ കൊള്ളാം, ഇവിടെ ഉണ്ട്. വിളിക്കാതിരിക്കേ. പക്ഷെ ഉണ്ടല്ലോ രാവിലത്തെ പ്രകടനം ഉണ്ടല്ലോ പേപ്പറിന് വേണ്ടിയിട്ടുള്ളത്, അത് ഗംഭീരായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഈ പ്രകടനം എങ്ങനെയുണ്ട്? ആർക്കും ഒന്നും മനസ്സിലായില്ല. അതെ. നിങ്ങൾ വരുന്ന വഴിക്ക് മാറിയോ അതോ ഇവിടെ വന്നിട്ട്? ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? നമ്മുടെ രണ്ടും കൂടെ ആലോചിച്ച കാര്യം ചെയ്യോ? നിങ്ങൾ വല്ല സിനിമയിലും അഭിനയിക്കാൻ പോയില്ലേ? നമുക്ക് നടക്കാം. പിന്നല്ലാതെ ന്യൂ ഇയർ ആയിട്ട് ആരോട് നോക്കിയിരിക്കണം ഇതിന്. നമുക്ക് നടക്കാം. വരുന്നുണ്ടോ? അങ്ങോട്ട് വാ. ഞങ്ങള് ഫാമിലി ആയിട്ട് ആഘോഷിക്കാൻ പോകുന്നു. ഫാമിലി ഇല്ലാതെ നീ എവിടെ പോണ്ട? ഫാമിലി ഇല്ലാതെ എവിടെ പോകുന്നത്? ഗിരിരാജമ്മ റോസ്മേരി ആയിട്ട് വണ്ടിയിൽ ഓൺ ദ വേ ആണ്. ലില്ലി ഞങ്ങളിവിടെ ഫാമിലിയിലേക്ക് വന്നു. അറിയാലോ, ഞങ്ങൾ അളിയന്മാർക്ക് കുടുംബം വിട്ടിട്ട് കളി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ വിളിക്കേ, പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, കൊടുത്തടാ. നൂല് പൊട്ടി പോയതാ.